Hi everyone. So, in the video, I am friendly. I am friendly. JAP ne patti parayananu. JAP inde job ID evidunnu kittum. Aa job ID kittikkanna next procedure endaanu. Okay. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും എനിക്കറിയാം JAP എന്ന് വെച്ചാൽ എന്താണ്. ഒരു 80% ആൾക്കാർക്ക് എന്തായാലും അറിയാം. ഇനി അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. JAP എന്ന് പറഞ്ഞ ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം ആണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൊബൈൽ മെക്കാനിക് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഒരു ഇന്റർവ്യൂ ഓറിയന്റഡ് ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് JAP-ൽ കിട്ടുക. ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനും നിങ്ങൾക്ക് പെട്ടെന്ന് ജോബിൽ ലാൻഡ് ചെയ്യാനും പറ്റും. ഇതാണ് JAP-ന്റെ സ്പെഷ്യാലിറ്റി. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ JAP-ൽ ഇങ്ങനെ ജോയിൻ ചെയ്യാം. JAP-ൽ ജോയിൻ ചെയ്യേണ്ട ക്രൈറ്റീരിയ എന്താണ്? നമ്പർ 1 നിങ്ങൾ അവോധയുടെ സ്റ്റുഡന്റ് ആയിരിക്കണം. നമ്പർ 2 നിങ്ങളുടെ കയ്യിൽ ജോബ് ഐഡി വേണം. ഈ ജോബ് ഐഡി എങ്ങനെ കിട്ടും, അതെങ്ങനെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക എന്നാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത്. സോ നിങ്ങൾ അവോധയുടെ സ്റ്റുഡന്റ് ആണ്. അവോധയുടെ സ്റ്റുഡന്റ് ആണെന്ന് വെച്ചാൽ കോഴ്സ് കംപ്ലീറ്റ് സ്റ്റുഡന്റ് ആവണമെന്നോ അല്ലെങ്കിൽ മോക്ക് ഇന്റർവ്യൂ പാസ് ആവണമെന്നോ അതല്ല എങ്കിൽ ഇത്ര പെർസെന്റേജ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ JAP-ലോട്ട് പോകാമെന്നോ ഒന്നുമില്ല. അവോധയുടെ സ്റ്റുഡന്റ് ആയാൽ മതി. നിങ്ങൾ അവോധയുടെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ JAP-ൽ ജോയിൻ ചെയ്യാൻ കേപ്പബിൾ ആണ്. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. റീസെന്റ് ആയിട്ട് നമ്മുടെ ഒരു സ്റ്റുഡന്റ് Tally GST സ്റ്റുഡന്റ് റീസെന്റ് ആയിട്ട് JAP-ൽ ജോയിൻ ചെയ്തു. അവോധയിൽ ജോയിൻ ചെയ്തിട്ട് വളരെ നിസ്സാരമായ ക്ലാസ്സുകൾ 1% എബോ ക്ലാസ്സുകളെ സ്റ്റുഡന്റ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത്ര നിസ്സാരമായ ക്ലാസ്സുകൾ കൊണ്ട് ആൾക്കൊരു ജോബ് കിട്ടിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് അവോധ കരിയർ ടോക്സ് പോയി കഴിഞ്ഞാൽ ആ എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നിങ്ങളത് കാണുക. എന്തായാലും നിങ്ങളത് കാണുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും JAP-ന്റെ ഒരു ഐഡിയ എന്താണ്. സോ ഞാൻ ഇവിടെ തിരിച്ച് നമ്മുടെ മാറ്ററിലോട്ട് വരാം. JAP-ൽ എങ്ങനെ ജോയിൻ ചെയ്യാം? നമ്പർ 1 ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താ വേണ്ടത്. നമ്പർ 1 നിങ്ങൾ അവോധയുടെ സ്റ്റുഡന്റ് ആയിരിക്കണം. സെക്കൻഡ് വൺ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കയ്യിൽ അവോധയുടെ അല്ലെങ്കിൽ ഒരു ജോബ് ഐഡി വേണം. സോ ജോബ് ഐഡി എങ്ങനെ കിട്ടുമെന്ന് കാണിച്ചു തരാം. ജോബ് ഐഡി നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാം. നിങ്ങൾ എല്ലാവരും ആമസോണിൽ പോയി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിൽ നിങ്ങൾ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതായിരിക്കും. ഇത്രയും ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. അവിടെ പോയി നിങ്ങൾ OTP അടിച്ച് അല്ലെങ്കിൽ പേയ്മെന്റ് നടത്തി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്രയും ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ ജോബ് ഐഡി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതിന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. അവിടെ www.avodha.work www.avodha.work ഇതിന്റെ ഒരു ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. സോ ഇതായിരിക്കും നിങ്ങളുടെ ഈ പച്ച വെബ്സൈറ്റ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ജോബുകൾ ഉണ്ട്. നിങ്ങൾ ഇതൊന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ JAP ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ താഴത്തോട്ട് വരിക. അവിടെ നിങ്ങളുടെ ലാംഗ്വേജ് ചൂസ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് കിട്ടും. അവിടെ ഞാൻ പറയുന്നത് എൻ്റെ മാതൃഭാഷയിലാണ്. സോ ഞാൻ എൻ്റെ മാതൃഭാഷ ചൂസ് ചെയ്യാം. ഞാൻ വേറെ ഏതെങ്കിലും ഭാഷ പഠിക്കുമ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മാതൃഭാഷയിൽ പഠിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ മാതൃഭാഷ ചൂസ് ചെയ്തു. മലയാളമാണ് എൻ്റെ മാതൃഭാഷ. സോ ഇവിടെ എനിക്ക് കാണാൻ പറ്റും അവോധയിലെ എല്ലാ കോഴ്സുകളും ഈ ഒരു ലിസ്റ്റിലുണ്ട്. ഈ ഒരു ടൈലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കോഴ്സുകൾ, ഞാൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പഠിക്കുന്ന ഒരാളാണ്. എനിക്ക് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ജോലിയെ ആവശ്യമുള്ളൂ. എൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാതെ തരാം. എൻ്റെ ഇഷ്ടത്തിന് ജോബ് കണ്ടെത്താം. അതാണ് JAP-ന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ എൻ്റെ ക്രൈറ്റീരിയ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഞാൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് പഠിക്കുന്ന ഒരാളാണ്. ഞാൻ എറണാകുളംകാരാണ്. സോ എനിക്ക് എറണാകുളത്ത് ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. കാരണം വീടിനടുത്താണ്, പോയി വരാൻ എളുപ്പമാണ്. എനിക്ക് ദൂര സ്ഥലത്ത് ജോലി ചെയ്യാൻ ഇഷ്ടം. കുറച്ചുകൂടി ദൂര സ്ഥലത്ത് ജോലി ചെയ്ത് അവിടെ നിന്ന് എനിക്ക് ജോലി ചെയ്യാനാണ് വളരെ ഇഷ്ടം. സോ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ജോബാണ് സെർച്ച് ചെയ്യുന്നത്. എൻ്റെ 2 ക്രൈറ്റീരിയ ഇങ്ങനെയുള്ളൂ. നിങ്ങളുടെ ക്രൈറ്റീരിയസ് പലതാകാം. ഓക്കെ. സോ എൻ്റെ ക്രൈറ്റീരിയ വെച്ച് എങ്ങനെ ഞാൻ ഈ ജോബ് കണ്ടെത്തുന്നു ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളത് നോക്കുക. എൻ്റെ കോഴ്സ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സോ ഞാൻ ഇവിടുന്ന് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കാണുന്നുണ്ടോ? റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എവിടെയുണ്ട്? ഇവിടെയുണ്ട്. ഇതാണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കോഴ്സ്. സോ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ജോബ്സിലോട്ട് പോകാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരുപാട് ജോബുകൾ, എനിക്ക് റിസൾട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ 17 ജോബുകൾ എൻ്റെ റിസൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം 17 റിസൾട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര ജോബ് ഐഡീസ് ഉണ്ടാവും? അവിടെ 17 ജോബ് ഐഡീസ് ഉണ്ടാവും. ഈ 17 ജോബ് ഐഡീസിനും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയ ഒരു ജോബ് ഐഡി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ആ സ്യൂട്ടബിൾ ആയ ജോബ് ഐഡി കൊണ്ട് നിങ്ങൾക്ക് JAP-ൽ ചെല്ലുമ്പോൾ ആ സ്പെഷ്യൽ ജോബിന് ഓറിയന്റഡ് ആയുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് കിട്ടും. ആസ് എ റിസൾട്ട് നിങ്ങൾക്ക് ആ ഇന്റർവ്യൂ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഇവിടെ എൻ്റെ ജോബ് ഐഡി തപ്പുവാണ്. ആ പ്രോസസ്സിലോട്ട് ഞാൻ കാണിച്ചു തരാം. എൻ്റെ റിക്വയർമെന്റ്സ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. ആ റിക്വയർമെന്റ്സ് നിങ്ങൾക്ക് അറിയാം. ഞാൻ എറണാകുളംകാരാണ്. എനിക്ക് എറണാകുളത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ല. എനിക്ക് വേറെ സ്ഥലത്ത് ജോലി ചെയ്യണം. സോ ഇവിടെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് JAP, റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് മലയാളം.
ജോബ് ഐ ഡി 876 എറണാകുളം ലൊക്കേഷൻ, ബേസിൽ ഞാൻ എടുക്കില്ല. Then customer service assistant JAP ID 857, അത് മാംഗ്ലൂർ ആണ്. സോ ഇതെനിക്ക് ഞാൻ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് ഐ ഡി ആണ് എനിക്കിത് 857. സോ ഇത് ഞാൻ നോട്ട് ചെയ്ത് നോക്കണം എവിടെയും 857. ഞാൻ ഒന്നുകൂടി നോക്കാം ഏതെങ്കിലും നല്ല ജോബ് ഉണ്ടാവുള്ളൂ. മാംഗ്ലൂർ ആണ് ഇപ്പൊ എന്റെ പ്രയോറിറ്റി. ഞാൻ മാംഗ്ലൂരിനെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റിയിൽ വെച്ചിട്ടുണ്ട്. കാലിക്കറ്റ് ദൂരസ്ഥലമാണ് സെക്കൻഡ് പ്രയോറിറ്റി, പക്ഷെ കേരളത്തിൽ തന്നെയാണ്. എനിക്കങ്ങനെ അവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അത്ര അടുത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് അടുത്ത സെർച്ച് മംഗലാപുരം. ഓക്കെ, പക്ഷേ എന്നാലും അതൊരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എനിക്ക് അടുത്ത ജോബ് നോക്കട്ടെ. ഇവിടെ എല്ലാം കൊച്ചിൻ, തൃശ്ശൂർ. നിങ്ങൾ എറണാകുളം കാരണം നിങ്ങൾക്ക് എറണാകുളം പ്രിഫർ ചെയ്യാം കേട്ടോ. അപ്പം എനിക്ക് ദൂര സ്ഥലത്ത് ജോലി ചെയ്യാനൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ വേറൊരു സ്ഥലം നോക്കുവാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ജോബ് ഐ ഡീസ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഈ പേജിലും എനിക്ക് സ്യൂട്ടബിൾ ആയ ജോബ് ഐ ഡി ഇല്ല. സോ ഞാൻ നെക്സ്റ്റ് പേജിലോട്ട് പോയി. നെക്സ്റ്റ് പേജിൽ എനിക്ക് സ്യൂട്ടബിൾ ആയിട്ട് യെസ്, കസ്റ്റമർ സപ്പോർട്ട് ടെലി സെയിൽസ് എക്സിക്യൂട്ടീവ് JAP ID 807, അതുള്ളത് ദുബായിലാണ്. ഓക്കെ, സോ എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്. അതിന് വേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ ഞാൻ എടുക്കേണ്ടതുണ്ട്. സോ എനിക്ക് ഈ ജോബ് വേണമെന്നുണ്ടെങ്കിൽ ആ ജോബ് ഐ ഡി ഇതാണ്, എൻ്റെ ദുബായിലെ ജോബിന്റെ ഐ ഡി. സോ എനിക്ക് ആ ജോബ് എന്തായാലും ഇഷ്ടപ്പെട്ടു. ലൊക്കേഷൻ ദുബായിലാണുള്ളത്. എനിക്ക് നല്ല ഏർണിങ്സ് കിട്ടും, നല്ല സാലറി ഉണ്ടാവും. സോ ആ ജോബ് ഐ ഡി, ആ JAP ID 802 ആണ്. 802. സോ ഞാൻ 802 എന്നുള്ള സംഭവം നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ JAP ID. സോ എനിക്ക് എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ജോബ് ഐ ഡി ഇവിടുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഞാൻ നിങ്ങൾക്ക് ആ പ്രോസസ്സ് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തരാം. എൻ്റെ 802 കേട്ടോ ജോബ് ഐ ഡി. ഞാൻ ഓർത്തില്ലല്ലോ, നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഇതാ ഈ ഇത്രയും കോഴ്സുകളിൽ നിന്നുള്ളിൽ എൻ്റെ കോഴ്സ് സെലക്ട് ചെയ്ത് അവിടുന്ന് എനിക്കൊരു ജോബ് ഐ ഡി കിട്ടി അല്ലേ. സോ ഞാൻ ആ ജോബ് ഐ ഡി ആയിട്ട് എന്ത് ചെയ്യും, എൻ്റെ ഇപ്പോൾ ജോബ് ഐ ഡി ഉണ്ട്. ഞാൻ അവോധയുടെ സ്റ്റുഡൻ്റ് ആണ്, അവോധയുടെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് സ്റ്റുഡൻ്റ് ആണ്. ക്രൈറ്റീരിയ നമ്പർ 1 ഞാൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ അവോധ.വർക്കിൽ പോയി എൻ്റെ കോഴ്സ് സെലക്ട് ചെയ്ത് ഒരു ജോബ് ഐ ഡി ഞാൻ എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എൻ്റെ 2 ക്രൈറ്റീരിയാസ് എനിക്ക് കിട്ടി. ഇനി ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഇതുകൊണ്ട് നിങ്ങൾ നേരെ അവോധയുടെ വെബ്സൈറ്റിൽ പോവാം. സോ www.avodha.com. ഇവിടെ നിങ്ങൾക്ക് അവോധയുടെ വെബ്സൈറ്റ് കാണാൻ പറ്റും. സോ ഇവിടെ നിങ്ങൾക്ക് ജോബ് ആക്സിലറേഷൻ പ്രോഗ്രാം എന്നുള്ള ഇത് കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക മോക്ക് ഇന്റർവ്യൂസ് ആൻഡ് JAP. ഇതിൽ സെലക്ട് ചെയ്യുക. മോക്ക് ഇന്റർവ്യൂസ് ആൻഡ് JAP സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ പേജ് ലോഡായി വരും. നിങ്ങൾക്ക് ആ പേജ് ലോഡായി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇനി ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് JAP ട്രെയിനിങ് എന്നുള്ള സെക്ഷനാണ്. സോ ഇവിടെ എൻ്റെ JAP ട്രെയിനിങ്ങിൻ്റെ എല്ലാ ക്ലാസ്സുകളും ഉണ്ട്. ഇവിടെ ഞാൻ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് കണ്ടുപിടിക്കണം. സോ ഇവിടെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എനിക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും, കാരണം ഞാൻ ലൈവ് സെഷൻ കയറുന്ന ടൈം എനിക്ക് ഫെമിലിയർ ആണ്. സോ ഇതാണ് റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു JAP സെഷൻ നടക്കുന്ന ടൈം, Monday to Friday 10 AM to 7 PM. സോ ഈ ടൈം എന്തായാലും JAP സെഷൻ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് സമയം എന്തായാലും 10 മണി കഴിഞ്ഞിട്ടുണ്ട്. 10 മണി ടു വൈകിട്ട് 7 മണി വരെ നിങ്ങൾക്ക് JAP സെഷൻ അവൈലബിൾ ആണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളുടെ ട്യൂട്ടറിന്റെ അടുത്ത് ആ പർട്ടിക്കുലർ ജോബ് ഐ ഡി പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ജോബ് ഐ ഡി ഞാൻ ഓർത്തോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 802 എന്ന് പറഞ്ഞ ജോബ് ഐ ഡി ഞാൻ അവിടെ പറയുകയാണെങ്കിൽ ആ ഒരു ജോബ്, ആ ദുബായിലുള്ള ആ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എനിക്ക് കിട്ടും. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, നിങ്ങൾ നേരെ അവോധ.വർക്കിൽ പോവുക, അവിടെ നിന്ന് ജോബ് ഐ ഡി കളക്ട് ചെയ്യുക. ജോബ് ഐ ഡി കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ JAP ക്വാളിഫൈഡ് ആവും. ദെൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ പറ്റും. സോ ഞാൻ നിങ്ങളുടെ അടുത്ത് ക്രൈറ്റീരിയ പറഞ്ഞതൊക്കെ നിങ്ങൾ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആക്കി പറഞ്ഞുതരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളപ്പോൾ എത്രയും പെട്ടെന്ന് JAP ജോയിൻ ചെയ്യുക. JAP ജോയിൻ ചെയ്യാൻ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റഡ് ആവണമെന്നോ അതല്ലെങ്കിൽ മോക്ക് ഇന്റർവ്യൂ പാസ് ആവണമെന്നോ ഒന്നുമില്ല. നിങ്ങൾ JAP ജോയിൻ ചെയ്യാൻ നിങ്ങൾ അവോധ സ്റ്റുഡന്റ് മാത്രമേ മതി. സോ ഗൈസ്, സീ യു സൂൺ. താങ്ക് യു.